എന്താ ചെയ്യാ? ഒരു സൈഡിലെ ശൈത്താനും കടലിൽ നിന്ന് അടക്കണം എന്ന് പറയണ പോലെ ചില ഗാനങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സഹോദര, അള്ളാഹു 2 ചെവി തന്നിരിക്കുന്ന എന്തിനെന്നറിയോ? 2 ചെവി അള്ളാഹു തന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുവാ. അതാ ജീവിതം. നീ വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ഉമ്മ നിന്റെ ഭാര്യയെ കുറിച്ച് 100 കണക്കിന് പരാതി പറയും. എല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് ആവശ്യമുള്ളത് ഹൃദയത്തിൽ ഇറക്കുക, ബാക്കിയൊക്കെ കളയുക. അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഭാര്യ നിന്റെ ഉമ്മാനെ കുറിച്ച് 100 പരാതി പറയും. അതും കേൾക്കുക, ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തത് കളയുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്ന ഭർത്താവിന് അള്ളാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുക്കുമെന്ന. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പല വീടുകളിലും എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട് പറയാ, എടാ പെണ്ണെന്തും പറയും, നീ അത് ചെയ്യരുത്. നീ ഒരാണാ, നിന്റെ ഉമ്മയാത്, നിന്റെ വാപ്പയാത്. കെട്ടിയ പെണ്ണെന്തും നിന്നോട് പറയും. നീ ആലോചിച്ച് നോക്ക്. അള്ളാഹുവെ പടച്ചവനെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ രോഗം പിടിച്ചവർ വീടിൻ്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, അള്ളാഹുവെ ഭാര്യ എന്തെല്ലാം പറയും, ഭാര്യ എന്തെല്ലാം പറയും. നീ ചിന്തിച്ചു നോക്ക്. ബോധമുള്ള ഒരു ഉമ്മ കട്ടിലിൽ കിടന്ന് മൂത്രമൊഴിക്കോ? ഒരല്പമെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് വിസർജിക്കുവോ? തന്റെ വീടിന്റെ അകത്ത് തുപ്പോ? തുപ്പില്ല. ബോധമുള്ളവർ ചെയ്യില്ല. പക്ഷെ രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഭാര്യ